ഹലോ ഗൈസ്, ഞാൻ മച്ചു. നമ്മൾ 2 ദിവസമായി നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ മടിയായതുകൊണ്ട് നമ്മൾ ഇടാഞ്ഞതാണ്. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ചുകൂടി ക്ലിപ്പൊക്കെ വേണമായിരുന്നു. നമ്മൾ 2 ദിവസം വീഡിയോ ഷൂട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഗൈസ്, നമ്മുടെ വീട്ടിലാണെങ്കിൽ പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു വീഡിയോ എടുത്ത് പറയുന്നതായിരിക്കും. ഈ വീഡിയോയിൽ അത് ഉണ്ടായിരിക്കത്തില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണ് വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, എന്താണ് പ്രകൃതിയാണെന്ന് നല്ല രസമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ചിരിക്കാനായിട്ട് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. ഇപ്പം മഴയൊക്കെ നിങ്ങളുടെ എവിടെ ഉണ്ടോ? ഇവിടെ എന്തായാലും ഇപ്പം ഇല്ല മഴയൊന്നും. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എൻ്റെ റൂമിലാണ് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ TV ഒക്കെ കണ്ട് ആ റൂമിൽ ഇങ്ങനെ നല്ല സ്വച്ഛതയായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. പക്ഷെ ഇതിപ്പോൾ ഞാൻ എന്നെ ഉറക്കത്തിൻ്റെ അടുത്ത വീഡിയോസൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ആളുകൾ തലോടുന്നത്. പിന്നെ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ തലോടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ്, അതെന്തോ ഭയങ്കര ഇഷ്ടമാണ് എനിക്കത്. നിങ്ങളുടെ കൊച്ചയ്ക്ക് ഇങ്ങനെ ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഞാൻ കളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഞാൻ കളിയൊക്കെ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് പിന്നെ കളിക്കാനായിട്ടൊന്നും കൂടെ ആൾക്കാരില്ലല്ലോ, ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആരെങ്കിലും ഒരാളെങ്കിലും സപ്പോർട്ട് ചെയ്താൽ അത് വലിയ സന്തോഷമായിരിക്കും ഞങ്ങൾക്ക്. ഇപ്പം സപ്പോർട്ട് ചെയ്യേണ്ടവർക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കും. അതാകുമ്പോഴത്തേക്ക് എൻ്റെ ഓരോ ഒറ്റപ്പെട്ടിട്ടങ്ങ് മാറിക്കിട്ടോ എങ്ങനെ. പിന്നെ ചായ കുടിക്കുന്ന നേരം മാറ്റിക്കൊണ്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ കയറുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ ചോറിൻ്റെ സമയമായപ്പോൾ ഞാനും അമ്മയും ചോറിന് വേണ്ടി ഞാൻ നിൽക്കുകയാണ്. അതൊരു പ്രകൃതി നിയമമാണ് ഗൈസ്, ഞാൻ നിൽക്കണമെന്നുള്ളത്. അതൊരു പ്രകൃതി നിയമമാണ്. നിങ്ങളുടെ പൂച്ചോൾ ഇങ്ങനെയാണോ? പക്ഷെ ഞങ്ങളിവിടെ ഇങ്ങനെയാണ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ തരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കണ്ടോ ഗൈസ്. നമ്മളിങ്ങനെ കെറ്റി വലിഞ്ഞ് നോക്കണം, എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ, കുന്നോളം ആഗ്രഹിച്ചാലും നമുക്കൊരു കുഞ്ഞിക്കുരുവെങ്കിലും കിട്ടത്തുള്ളൂ എന്ന്? അങ്ങനെയല്ലേ പറയാ ആയിരിക്കും. എനിക്കറിയാം, നിങ്ങൾക്കറിയാം കമന്റ്. പിന്നെ എനിക്ക് കുറെ ടാലൻസ് ഉണ്ട്. കണ്ടോ ഗൈസ്, നിങ്ങൾക്കിത് പറ്റുമോ? എനിക്ക് പറ്റും, എനിക്കത് പറ്റും, എനിക്ക് കഴിവുണ്ട്. പക്ഷെ നിങ്ങൾക്കത് കഴിവില്ല. അതാണ് മനുഷ്യനും പൂച്ചയായിട്ടുള്ള ബന്ധം. അപ്പൊ ഇത്രയുള്ളൂ ഗൈസ്. അടുത്തൊരു പിന്നെ വരാം. ടാറ്റാ.